എരുമേലിയിലെ പേട്ടതുള്ളൽ വഴിപാട് സാമഗ്രികൾക്ക് നിശ്ചയിച്ചിരുന്ന കൊള്ളവില കുറയ്ക്കാൻ സാധ്യത. ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് നടപടിക്കൊരുങ്ങുന്നത്. കോട്ടയം സബ് കളക്ടർ യോഗം വിളിച്ച് വിവരങ്ങൾ വിലയിരുത്തി. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എരുമേലി പേട്ടതുള്ളൽ സാമഗ്രികളിന്മേലുള്ള ഈ കൊള്ളവില വർധനവിനെതിരെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ അത് വില കുറയ്ക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ. ഈ പേട്ടതുള്ളൽ വഴിപാട് സാധനങ്ങൾ എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. അയ്യപ്പന്മാർ ആചരിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. അതിന് കൊള്ളവില ഈടാക്കുന്ന നടപടി ഏതാണ്ട് വർഷങ്ങളായി തുടരുകയാണ്. വലിയ രീതിയിലുള്ള വിലയാണ് കേവലം 2 രൂപ വരെയുള്ള സാധനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്നത്. 50ഉം 100ഉം രൂപയ്ക്ക് വരെ ഇത്തരത്തിൽ ഈ സാധനങ്ങൾ 2 രൂപ വില വരെ ഉണ്ടായിരുന്ന സാധനങ്ങൾ വിൽക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഈ വർഷമാണ് അത് വില ഏകീകരിക്കാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. പക്ഷേ ഈ വില ഏകീകരിക്കുന്നതിനുള്ള നടപടി അട്ടിമറിക്കാനുള്ള ശ്രമം വ്യാപകമായി നടക്കുകയും ചെയ്തിരുന്നു. എരുമേലി ജമാഅത്ത് അടക്കമാണ് ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരുന്നത്. കച്ചവടക്കാർക്ക് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാകുമെന്നുള്ള കാര്യം ഉയർത്തിക്കൊണ്ടായിരുന്നു അവർ ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നത്. പക്ഷേ ഇവരുടെയും അതുപോലെ തന്നെ എരുമേലി ജമാഅത്തിന്റെയും അതുപോലെ തന്നെ താൽക്കാലിക വ്യാപാരികളുടെയും എല്ലാം സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ഇത്തരം വസ്തുക്കൾക്ക് കേവലം 2 രൂപയിൽ താഴെ മാത്രം വിലയുള്ള സാധനങ്ങൾക്ക് 35 രൂപ വരെ ഈടാക്കാമെന്ന് ജില്ലാ കളക്ടർ വില ഏകീകരിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയാണ് ചെയ്തത്. ഇതിനെതിരെ ശബരിമല അയ്യപ്പ സേവാ സമാജം ഹൈക്കോടതിയെ സമീപിക്കുകയും വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. ഈ ഹർജി സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കളക്ടറോട് ഇക്കാര്യം അന്വേഷിക്കാൻ കോടതി നിർദ്ദേശം നൽകി നോട്ടീസ് അയച്ചത്. ഈ നോട്ടീസിന് മറുപടി നൽകുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു. ബന്ധപ്പെട്ട അയ്യപ്പ സേവാ സമാജം അടക്കമുള്ള സംഘടനകളും അതുപോലെ തന്നെ എരുമേലി ജമാഅത്ത് വിവിധ വകുപ്പുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ യോഗം വിളിച്ചത്. പക്ഷെ അതിൽ നിന്ന് കഴിഞ്ഞ യോഗങ്ങളിൽ ശക്തമായിട്ട് എതിർപ്പുന്നയിച്ച് എരുമേലി ജമാഅത്ത് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ വിവിധ വകുപ്പുകൾ ചേർന്ന് ഇതിന്റെ നിർമ്മാണ ചെലവും അതുപോലെ തന്നെ ഹോൾസെയിൽ വിലയും വിപണി വിലയും എല്ലാം തന്നെ താരതമ്യം ചെയ്തുകൊണ്ട് കുറഞ്ഞ വില ന്യായമായ വിലയിലേക്ക് തീരുമാനം എത്തിച്ചേർന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 10 രൂപയിൽ താഴെ മാത്രം വിലയിലേക്ക് വില കുറച്ചുകൊണ്ട് ഉത്തരവിറക്കാനുള്ളൊരു രീതിയിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഉത്തരവ് വൈകാതെ തന്നെ കോട്ടയം ജില്ലാ ഭരണകൂടം പുറത്തിറക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നമുക്കിപ്പോൾ ഇതിന്റെ വിരോധാഭാസം എന്ന് പറയുന്നത് ശബരിമലയിൽ ശരംകുത്തിയിലെല്ലാം 10 രൂപ വരെ ഈടാക്കാവുന്ന സാധനങ്ങൾക്കാണ് 35 രൂപ എരുമേലിയിൽ ഈടാക്കാമെന്ന് ഒരു ലൈസൻസ് ജില്ലാ ഭരണകൂടം നൽകിയത്. ഇപ്പോൾ ഏതായാലും ആ കൊള്ള വിലയ്ക്ക് അറുതിയാകും എന്നുള്ള ചില സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇനിയും അട്ടിമറി ശ്രമങ്ങൾ നടന്നിട്ടില്ല എങ്കിൽ വൈകാതെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഈ ഉത്തരവ് ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.